അസ്സലാമലൈക്കും. പതിവ് പോലെ ഞാൻ എൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം, കാണണം. അസ്സലാമലൈക്കും. ആനു, എന്താണ്? ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എന്ത് സാധനമാണ്? തുറന്ന് നോക്ക്, നമുക്ക് എല്ലാവരും കാണിക്കുകയും ചെയ്യാം. എനിക്കിഷ്ടമായി, സൂപ്പറായിട്ടുണ്ട്. ഞാനിത് തുറന്നു നോക്കാൻ പോവാണ്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കാണാം. Oh my God. കളർ പെൻസിൽ, ക്രയോൺ, സ്കെച്ച് പെയിൻറ്, ഷാർപ്നർ, റബ്ബർ, ഇത്ര സാധനങ്ങളിൻ്റെ അകത്തുണ്ട്. ഞാൻ കുറേ പേപ്പർ വെച്ചിട്ട് ഇതും വെച്ച് കളർ അടിക്കും. ഹായ്, അപ്പോൾ നവംബർ 3-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിനി കാണിക്കാൻ പോണത് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അത് ചായക്ക് കടി ഉണ്ടാക്കണതാണ്, വേറൊന്നുമല്ല കേട്ടോ. ആ കടി എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കത് കാണാം. അപ്പോൾ ഇതിൻ്റെ പേര് ഗുഡുപ്പാപ്പടി എന്നാണ്. ഒരു 1.5 ഗ്ലാസ് പുഴുക്കലരി, ചോറ് വെക്കണ അരി കേട്ടോ, കഴുകി ഊറ്റി എടുത്തിട്ട് വറുക്കണതാണ്. വറുത്തിട്ട് അത് പൊടിക്കാൻ പോണേ. പിന്നെ ഇത് ശർക്കര, പൊടി ശർക്കര തന്നെയാണ്, കല്ലും മണ്ണൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിത് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യണതാണ്. അത് ഒരു 3 വലിയ സ്പൂൺ ശർക്കര ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉരുകണയാണ്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചതാണത്. ഇത് ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ഡാൽഡ ഇട്ട് കൊടുക്കണതാണ്. എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യണേ കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ പരുവാകണം. ഈ ശർക്കര ഭയങ്കര ഒട്ടണ്ട, ഇങ്ങനെ പരുവായാൽ മതി. അപ്പോൾ അതിലേക്ക് ഇത് പൊടിച്ചെടുത്ത വറുത്ത അരിപ്പൊടി ചേർക്കണതാണ്. അപ്പോൾ അരിപ്പൊടി വേണമെങ്കിൽ നല്ലപോലെ പൊടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ പുട്ടുപൊടി പോലെ പൊടിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ ശർക്കരയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കണം. ഇതുപോലെ ആകണം, കറക്റ്റായിരിക്കണം. ഞാൻ എടുക്കണ അളവിന് എടുക്കണമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ കറക്റ്റായിട്ട് വരും. പൊടിയും ശർക്കരയും എല്ലാം കറക്റ്റായിട്ട് വരും. എന്നിട്ട് ആ നെയ്യ് തേച്ച് വെച്ച പാത്രത്തിലേക്ക് ആ ശർക്കര ഉണ്ടാക്കിയ മിക്സിങ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ കൈ കൊണ്ട് അമർത്തി സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സെറ്റാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ അതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ നമുക്ക് ഒരു പാത്രത്തിൽ അടിയിൽ നെയ്യ് തേച്ചിട്ട് ഒരു പാത്രം കൊണ്ട് നല്ലപോലെ അമർത്തി കൊടുക്കുക. പാത്രത്തിൽ നെയ്യ് തേക്കണമെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പാത്രത്തിൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ പാത്രത്തിലൊക്കെ നെയ്യ് തേച്ചിട്ട് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് അത് അപ്പോൾ സെറ്റായി. അതിന് ശേഷം കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കും. ആ വരഞ്ഞതിന് ശേഷം ഇളക്കിയെടുക്കണതാണ് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചത്. ഇപ്പോൾ നമ്മുടെ ഗുഡുപ്പാപ്പടി റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.